ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇസ്രായേൽ ലൈഫ് മാജിക്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പൊളി സാധനമാണ്. നമുക്ക് വീട്ടിലിരുന്ന് പേപ്പർ മുല്ലപ്പൂ ഉണ്ടാക്കിയാലോ? എങ്കിൽ റെഡി ആയിക്കോളൂ. ഓക്കേ, നമുക്ക് തുടങ്ങാം. കാണിക്കുന്നത് പോലെ നമുക്ക് ടിഷ്യൂ പേപ്പർ ചെയ്തെടുക്കാം. വെരി സിമ്പിൾ മെത്തേഡ്. ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ആവണം നമുക്ക് വേണ്ടത്. നമുക്ക് ചെയ്തു തുടങ്ങാം. ഈ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സിസേഴ്സ് ഉപയോഗിച്ച് ഈ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്ത് എടുക്കാം. സൂക്ഷിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതേപോലെ തന്നെ മറുവശവും ഇതുപോലെ അങ്ങനെ സൈഡും ഇങ്ങനെ എടുക്കാം. ഇതുപോലെ നമുക്ക് കുറച്ച് പെറ്റൽസ് നമുക്ക് ഇതുപോലെ നീളത്തിൽ കിട്ടും. അതിൽ ഞാൻ 3 പെറ്റൽസ് വീതമാണ് എടുക്കുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് ഒരു മുല്ലപ്പൂവായി ചെയ്തെടുക്കാൻ നോക്കാം. ഈ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് ഓരോന്ന് ചെറിയ ചെറിയ ഫോൾഡുകൾ ഉണ്ടാക്കി ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. ഇനിയും 2 ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ മുല്ലപ്പൂവും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇത്രയും മുല്ലപ്പൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ആക്രിലിക് കളറാണ്. ഫെവിക്കോളും പിന്നെ കുറച്ച് വെള്ളം കൂടി ചാലിച്ചത്. അതിൻ്റെ ചുവട്ടിലൊരു പച്ച കളറുണ്ടല്ലോ, അതിനു വേണ്ടി ഇങ്ങനെ ചെയ്ത് നമുക്ക് എടുക്കാം. സോഫ്റ്റായിട്ട് ചെയ്തെടുക്കണം. ഫെവിക്കോളിൽ ചേർക്കുന്ന വെച്ചാൽ നമുക്കൊരു കട്ടി കിട്ടാൻ വേണ്ടി. ഇത് കഴിയുമ്പോൾ നമുക്ക് കട്ടിയുണ്ട്, കാരണം കെട്ടിയെടുക്കുമ്പോൾ നമുക്കത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. വാ, സൂപ്പർ! എനിക്ക് ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. എത്ര നല്ല മുല്ലപ്പൂവില്ലേ! ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കണ്ടാൽ പറയും പോലും ഇല്ലല്ലേ. ഹായ്, സൂപ്പർ! പിന്നീട് നല്ല കട്ടിയുള്ള നൂൽ അല്ലെങ്കിൽ വാഴനാർ ഉപയോഗിച്ച് കെട്ടിയെടുക്കാം. ഞാൻ നല്ല കട്ടിയുള്ള വൈറ്റ് നൂലാണ് എടുത്തിരിക്കുന്നത്. വാ, ഒറിജിനലി വെല്ലുന്ന മുല്ലപ്പൂവ്. ഇത് കണ്ടാൽ പറയില്ല ടിഷ്യൂ പേപ്പർ മുല്ലപ്പൂവാണെന്ന്. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുമോ? ഉണ്ടാക്കണം. ഈ പ്രാവശ്യം മുല്ലപ്പൂ കിട്ടിയില്ല എന്ന് സങ്കടപ്പെടേണ്ട, വില അതുപോലെയാണെന്നേ. ഹലോ, ഇത് ഞാൻ തന്നെയാണ്, ഇസ്രായേൽ ലൈഫ് മാജിക്. എനിക്ക് വേറൊരു ചാനലുണ്ട്, റിയാസ് ഇൻസ്പയേഴ്സ്. ഓരോ ടാലൻറ്റും ദൈവം തന്ന കഴിവാണ്. അത് പ്രയോജനപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചാനലുകളൊക്കെ തുടങ്ങിയത്. അപ്പം ഈ ഓണം നിങ്ങൾക്ക് നല്ലതായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും അടിപൊളി ഓണാശംസകൾ. ഇനി ഒരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ബൈ ബൈ. സീ യു. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.